കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ സമുന്നത നേതാവുമായിരുന്ന ഉമ്മൻചാണ്ടിയുടെ വിയോഗത്തിന് ശേഷം പുതുപ്പള്ളിയിലും കേരള രാഷ്ട്രീയത്തിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വലിയ പ്രാധാന്യമാണ് ലഭിച്ചു വരുന്നത്. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ പിന്തുടർച്ചാവകാശിയായി മകൻ ചാണ്ടി ഉമ്മൻ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ നിയമസഭയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന്റെ മക്കളായ മറിയ ഉമ്മനും അച്ചു ഉമ്മനും സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമോ എന്ന ചോദ്യം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. എന്നാൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സഹോദരി മറിയ ഉമ്മൻ മത്സരിക്കാനുള്ള സാധ്യതകൾ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ചാണ്ടി ഉമ്മൻ നടത്തിയ പ്രസ്താവന കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. തന്റെ മക്കൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നതിനോട് ഉമ്മൻചാണ്ടിക്ക് ഒരിക്കലും എതിർപ്പുണ്ടായിരുന്നില്ല. എന്നാൽ കുടുംബവാഴ്ച എന്ന ആരോപണത്തിന് ഇടം നൽകാത്ത വിധം വ്യക്തമായ ചില തത്വങ്ങൾ അദ്ദേഹം കുടുംബത്തിൽ നടപ്പാക്കിയിരുന്നു. ഒരു കുടുംബത്തിൽ നിന്ന് ഒരേ സമയം രണ്ടുപേർ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ ഉണ്ടാകരുതെന്നത് അദ്ദേഹം എടുത്ത കർക്കശമായ തീരുമാനമായിരുന്നു. ചാണ്ടിയുമ്മൻ വ്യക്തമാക്കിയതുപോലെ മക്കളുടെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് ഉമ്മൻചാണ്ടി വ്യക്തമായ അതിർവരമ്പോൾ നിശ്ചയിച്ചിരുന്നു. പിതാവ് കാണിച്ചു തന്ന ആ വഴിയിലൂടെ സഞ്ചരിക്കാനാണ് തങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് ചാണ്ടിയുമ്മൻ പറയുന്നു. കുടുംബത്തിൽ നിന്നും രണ്ടുപേർ മത്സരിക്കില്ലെന്ന തീരുമാനം പിതാവിനോടുള്ള ബഹുമാന സൂചകമായി മക്കൾ പാലിക്കുമെന്ന ഉറച്ച പ്രഖ്യാപനമാണിത്. ഉമ്മൻചാണ്ടിയുടെ മരണശേഷം പുതുപ്പള്ളി മണ്ഡലത്തിലെ പൊതുപരിപാടികളിലും വികസന ചർച്ചകളിലും മറിയ ഉമ്മൻ സജീവമായിരുന്നു. ഇതാണ് അവർ വരാനിരിക്കുന്ന പൊതു തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ സാധ്യതയുണ്ടെന്ന വാർത്തകൾക്ക് അടിസ്ഥാനമായത്. എന്നാൽ ഇത്തരം വാർത്തകൾ വെറും അഭ്യൂഹങ്ങൾ മാത്രമാണെന്ന് ചാണ്ടിയുമ്മൻ ഇപ്പോൾ അടിവരയിട്ട് പറയുന്നു. മറിയ ഉമ്മന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പാർട്ടി വേദികളിലോ കുടുംബത്തിലോ യാതൊരുവിധ ഔദ്യോഗിക ചർച്ചകളും നടന്നിട്ടില്ല. താൻ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും ചാണ്ടിയുമ്മന്റെ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഒരു കരുത്തായി നിൽക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും മറിയ ഉമ്മൻ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്.